തലേന്നത്തെ പ്ലാനിംഗ് പ്രകാരം ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയും കുറുമാക്കറിയാണ്. വൈദവേ, നിങ്ങൾ ഇതുവരെ കണ്ടതും കഴിച്ചതുമായ കറികളുമായി ഈ കറിക്ക് യാതൊരുവിധ റിലേഷനും ഉണ്ടായിരിക്കില്ല. ഇത് ചാച്ചിയുടെ മാത്രം റെസിപ്പിയാണ്. കുറുമാക്കറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ടത് എല്ലാ പച്ചക്കറി അതിനകത്ത് വെട്ടിവാരിയിടാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര കറി നെഹിഹേ. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, അത്രേ ഉള്ളൂ. അങ്ങനെ കറിക്കുള്ളത് ഒരടുപ്പിൽ കയറിയ സ്ഥിതിക്ക് മറ്റേ അടുപ്പിൽ ചപ്പാത്തി ചുടാനായി. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടറും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറിന്റെ നിലവിളി ശബ്ദം ഉയർന്നു വന്നു. എങ്കിൽ പിന്നെ ചടപടേന്ന് കറികളാക്കാന്ന് കരുതി അങ്ങനെ വെന്തുടഞ്ഞ കിഴങ്ങിനെ എണ്ണയിലേക്ക് തട്ടി ലേശം മഞ്ഞന്റെ പൊടിയും ഗരം മസാലയും പിന്നെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ അരച്ച തേങ്ങയിൽ അരപ്പ് നമുക്ക് ബ്രൂട്ടീഷന് വേണ്ടി കുറച്ച് പച്ച ഇലകളും കൂടെ തൂക്കിയാൽ നമ്മുടെ കറി തയ്യാർ. രാവിലത്തേക്കുള്ള ഖാന തയ്യാറായ സ്ഥിതിക്ക് ലോക്കറിനുള്ളിൽ മരവിച്ച് ജീവിക്കായിരുന്ന ചൂരക്കൂട്ടിന് ഞാൻ ഒരു പുതുജീവനേകി. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നുള്ളത് കൊണ്ട് ചത്ത മീനിനെ ഞാൻ വീണ്ടും കുളിപ്പിച്ച് കിടത്തി. വൈദവേ, ഇനി നമുക്ക് ഈ നിൽക്കുന്ന സ്പൈഡർമാനെ അട്ടയെ കയറ്റി പറഞ്ഞു വിടാം. തിരികെ എത്തിയ ഞാൻ കണ്ട കാഴ്ച ഞാൻ കുളിപ്പിച്ച് കിടത്തിയ മീനിനെ അറഞ്ചാം പുറഞ്ചാം വെട്ടുന്ന മമ്മിജിയായിരുന്നു. ഹൈ, എന്തായാലും കൊള്ളാം. ഇന്നും മേലനങ്ങാതെ ഇരുന്ന് തിന്നാം എന്നായി നോവാം. ഒരു കഷ്ണം മീനിനായി വട്ടം കൂടി നിന്ന കാക്കകളെയും കോഴികളെയും പറ്റിച്ചുകൊണ്ട് മമ്മിജി വിജയകരമായി മീൻ വെട്ടി പൂർത്തിയാക്കി. വെട്ടിയ മീന് സ്പോട്ടിൽ തന്നെ അരപ്പും ചേർത്ത് അടുപ്പി കയറ്റി. അങ്ങനെ ഇന്നത്തെ മെനു അനുസരിച്ച് ചൂരന്റെ കറി, ചാളേന്റെ പൊരിച്ചത്, പയറിന്റെ തോരൻ, സാമ്പാർ. അപ്പോ ഇന്നത്തേക്ക് ശുഭം.